പാലക്കാട് കരിമ്പയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞുകയറി 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. ഒരു കുട്ടി ഓടി രക്ഷപ്പെട്ടു. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യ. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് കോടതി. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ വിനായകന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശികളായ ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്കിറങ്ങിയതായി വീട്ടുകാർക്ക് സന്ദേശം ലഭിച്ചു. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഓഡിയോ സന്ദേശം. മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിലെ നെൽച്ചെടികൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. 40 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വൻ കൃഷിനാശം. മരൂട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനയിറങ്ങി. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ സംഘടനാ ദൃശ്യങ്ങൾ പകർത്തിയെന്നാരോപിച്ച് പ്രവാസി യുവാവിനെ ക്രൂരമർദ്ദനം. ദേശമംഗലം സ്വദേശി ജാഫറിനാണ് മർദ്ദനമേറ്റത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം അടിച്ചു കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാലക്കാട് കരിമ്പയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞുകയറി 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിത, റിത, ആയിഷ, ഇർഫാന, തസ്നി എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് അപകടം നടന്നത്. പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് സിമന്റുമായി പോവുകയായിരുന്നു ലോറി. അമിത വേഗതയിൽ വന്ന ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. 6 വിദ്യാർത്ഥിനികളാണ് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നത്. ലോറി മറിയുന്നത് കണ്ട് ഒരു വിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയെങ്കിലും ലോറിക്കടിയിൽപ്പെട്ട 3 കുട്ടികൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അപകടത്തിന് കാരണം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്നും മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട് കളക്ടറോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കോടതി ഉത്തരവിട്ടു. ആരോപണ വിധേയരായ പോലീസുകാരെ ഒഴിവാക്കിയ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിനെതിരെ കുടുംബവും ദളിത് സമുദായ മുന്നണിയും നൽകിയ ഹർജിയിലാണ് തൃശൂർ SC/ST കോടതിയുടെ നിർണായക ഉത്തരവ്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലീസുകാരായ സാജൻ, ശ്രീജിത്ത് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. ഇതിനെതിരെ വിനായകന്റെ പിതാവ് കൃഷ്ണനും ദളിത് സമുദായ മുന്നണിയും കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. 2017 ജൂലൈ 17-നാണ് സുഹൃത്തുക്കളും ഒന്നിച്ച് വഴിയരികിൽ നിന്നിരുന്ന വിനായകനെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാല മോഷ്ടിച്ചെന്നാരോപിച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. മർദ്ദനവും അപമാനവും സഹിക്കാൻ വയ്യാതെ വിനായകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശി ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്ക് ഇനി തിരിച്ചുവരവുണ്ടാകില്ലെന്ന് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് ഓഡിയോ സന്ദേശം ലഭിച്ചു. 8 പേരാണ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും അതിൽ 4 പേരെ കഴിഞ്ഞ ദിവസം യുദ്ധസ്ഥലത്തേക്ക് അയച്ചതായും സന്ദേശത്തിൽ പറയുന്നു. ഇവർ ഉൾപ്പെട്ട 4 പേർക്ക് തോക്കുകളും ബുള്ളറ്റുകളും ഗ്രനേഡും കൊടുത്ത് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ബന്ധുക്കളോട് സംസാരിക്കാനായി ഇന്റർനെറ്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. അതിനാലാണ് വിവരം അറിയിക്കാനാകുന്നതെന്നും ഇതുവരെ അങ്ങോട്ട് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. എല്ലാരും കരയാണ്. അങ്ങനത്തെ സെറ്റപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരും ഒക്കെ തീർന്നിട്ടാണ് നമ്മളതിനിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോണത്. അതല്ലെങ്കിൽ പുതിയ ബറ്റാലിയനായിട്ട് വന്നിട്ട് അങ്ങോട്ട് കയറുക ചെയ്യുക. അപ്പൊ അവിടെ ആൾക്കാരില്ല. പുതിയ ബറ്റാലിയൻ വരാനുള്ള ടൈം പിടിക്കും. അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ പിന്നുന്ന ആൾക്കാർ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറുന്നത് അവരുടെ അടുത്തേക്ക്. അപ്പൊ 95% അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അയാളെ ഞങ്ങളുടെ അടുത്ത് അയാളും കരഞ്ഞിട്ട് തന്നെ പറയണത്, നിങ്ങൾ വരരുതെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ എല്ലാവരും കമ്പനി ആയ കാരണം പറയുന്നതാണ്, വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്യാനാ, നമ്മള് പോയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പുള്ളി പറയണത്. ഇന്നിപ്പോ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. തിരിച്ച് നാട്ടിലെത്താനായുള്ള അനുമതി പത്രങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്നും യുവാക്കൾ പറയുന്നത് ഓഡിയോ സന്ദേശത്തിലുണ്ട്. 4 മാസം കൊണ്ട് റെഡിയാവാത്ത പേപ്പറാണ്. ഇതിപ്പോ 2 ദിവസം കൊണ്ട് റെഡിയാവുന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നത്. എനിക്കറിയില്ല എന്താവും. കുഴികുത്തലൊക്കെ നിർത്തിയിട്ട് മറ്റേ ഷവലും സാധനങ്ങളൊക്കെ
കയറ്റി വെച്ചു, അതായത് കമാൻഡറുടെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്കുള്ള മറ്റേ ബുള്ളറ്റും ഗ്രനേഡും സാധനങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതൊക്കെ കിട്ടി. ഇപ്പൊ ആകെ 8 പേരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ 4 പേര് ഇന്ന് രാവിലെ പോയി. അടുത്ത 4 പേരിൽ ഞങ്ങൾ 2 പേരും ഉണ്ട്. പിന്നെ 2 പേര് വേറെ ആൾക്കാരും ഉണ്ട്. അവരുടെ ഒപ്പം അന്ന് പോണെന്ന് പറഞ്ഞതാ, 2 ദിവസം മുമ്പ് പോണെന്ന് പറഞ്ഞതായിരുന്നു. അവിടെ അമ്മാതിരി പൊട്ടലും വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് കേറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പൊട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് 4 പേര് പോയി. അടുത്തത് ഞങ്ങള് 4 പേര് എപ്പോഴാണ് ഓർഡർ ഇങ്ങോട്ട് വരുന്നത്, അതും കാത്ത് നിൽക്കുകയാണ്. അറിയില്ല ചേട്ടാ എന്താവൂന്ന്, എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. തെക്കുംകര പഞ്ചായത്ത് കുത്തുപാറ സ്വദേശി തെക്കേമുറിയിൽ ജെയിൻ കുര്യൻ, സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിലകപ്പെട്ടത്. വിഷയത്തിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. TCV വടക്കാഞ്ചേരി. തൃശൂർ സ്വദേശികൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട സംഭവത്തിൽ മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. മാധ്യമ വാർത്തകളെ തുടർന്നാണ് കത്തോലിക്ക ബാവയുടെ ഇടപെടൽ. ബിനിലിന്റെയും ജെയിന്റെയും വിഷയം റഷ്യൻ അംബാസിഡറിനെ നേരിട്ട് ബോധിപ്പിക്കുമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അറിയിച്ചു. ഇരുവരുടെയും കുടുംബാംഗങ്ങളുമായി കത്തോലിക്ക ബാവ സംസാരിച്ചു. റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അനുമതി സ്വീകരിക്കുന്ന ചടങ്ങിൽ സഭാധ്യക്ഷൻ റഷ്യൻ അംബാസിഡറെ കാണും. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. 40 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ പന്നികളുടെ ആക്രമണം കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിവെച്ചത്. പഞ്ചായത്തിൽ കാട്ടുപന്നികളുടെ ഭീഷണി നാൾക്കുനാൾ കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു. ആൽത്തറ, തിപ്പിലിശ്ശേരി, ഒറ്റപ്പിലാവ് എന്നീ മേഖലകളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത്. നെല്ലിന്റെ വിളവെടുപ്പിനു ശേഷം പാടശേഖരങ്ങളിൽ നടത്തിയിരുന്ന പച്ചക്കറി കൃഷി ഇതുമൂലം കർഷകർ ഉപേക്ഷിച്ചു. പന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പദ്ധതിയുടെ ചർച്ചകൾ പഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഇതേ ആവശ്യത്തിന് 2 മാസം മുൻപ് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നിരുന്നു. ലൈസൻസുള്ള ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കൊയ്ത്തു നടത്താറായ പാടശേഖരങ്ങളിൽ പന്നികൾ കൂടുതൽ നാശം വരുത്തുന്നതിന് മുൻപ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. പുത്തൂർ മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. പ്രദേശത്ത് ആനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. വാഴ, തെങ്ങ്, കവുങ്ങ്, ജാതി, റബ്ബർ എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസമായി ചീരക്കുണ്ടിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ സംഘടന ദൃശ്യങ്ങൾ പകർത്തിയെന്നാരോപിച്ച് പ്രവാസി യുവാവിന് ക്രൂരമർദ്ദനം. ദേശമംഗലം സ്വദേശി ജാഫറിനെയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതര പരിക്കേറ്റ ജാഫറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഫറിനെ രക്ഷിക്കാൻ ശ്രമിച്ച കുടുംബ സുഹൃത്തായ ഷക്കീറിനും മർദ്ദനമേറ്റു. കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിനിടെ ബുധനാഴ്ച വൈകിട്ടാണ് ടീമുകൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ തലയ്ക്കും ദേഹമാസകലം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ജാഫർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ യുവാവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി. കരയിൽ കയറ്റിവച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് സമീപത്തെ കടക്കാർ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ബ്ലാങ്ങാട് ബീച്ചിൽ ഇടയ്ക്കിടെ ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് മൂലം ബീച്ചിലെ കച്ചവടക്കാർ ആശങ്കയിലാണ്. അതേസമയം സംസ്ഥാനത്ത് വ്യാഴാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിനു പുറമെ തന്ത്രി മറ്റൊരു വലിയ ആചാരലംഘനം നടത്തിയതായി ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ആരോപിച്ചു. പുലവാലായ്മയുള്ള തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അന്നദാന മണ്ഡപത്തിൽ വിളക്ക് കത്തിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അന്നദാനത്തിന് മുമ്പ് ഭഗവാന് ഇല വെച്ച് ഭക്ഷണം വിളമ്പിയ ശേഷം ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലാണ് വിളക്ക് കത്തിച്ചത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പുലവാലായ്മയുള്ളയാൾ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. ആചാരവിരുദ്ധമായ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യേണ്ട വ്യക്തിയാണ് ആചാരലംഘനം നടത്തിയത്.
ബന്ധു വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ പാർവതി അന്തർജനം മരിച്ചതിനെ തുടർന്നാണ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പുലയായത്. തന്ത്രി ദീപം കൊളുത്തിയ കൊടിവിളക്ക് പിന്നീട് ചെയർമാനും മറ്റു അംഗങ്ങൾക്കും കൈമാറി. പുലയുള്ള വ്യക്തി സ്പർശിച്ചവർ പിന്നീട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതും അശുദ്ധിയാണ്. തുടർന്നുള്ള എല്ലാ ചടങ്ങുകളും അശുദ്ധിയായി കണക്കാക്കും. ഇതിന് പരിഹാരമായി പഞ്ചപുണ്യാഹം ചെയ്ത് എല്ലാ പൂജകളും ആവർത്തിക്കണം. ഇതിനുള്ള ചെലവുകൾ ഉത്തരവാദിയായി തന്ത്രി വഹിക്കണം. തന്ത്രിക്ക് കൂട്ടുനിന്ന ദേവസ്വം ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്ററും പ്രായശ്ചിത്തം ചെയ്യണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി സെക്രട്ടറി എം വിജേഷ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. പ്രസവാനന്തരം യുവതി സ്വയം ചികിത്സ നടത്തിയതിനെ തുടർന്ന് മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. മേലൂർ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിലായിരുന്നു ചടങ്ങുകൾ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഒഡീഷ സ്വദേശികളായ ഗുല്ലി ശാന്തി ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. മേലൂർ ശാന്തിപുരത്ത് വാടക വീട്ടിൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ബാത്റൂമിൽ വെച്ചായിരുന്നു പ്രസവം. പിന്നീട് യുവതി കത്രിക ഉപയോഗിച്ച് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു. ഇത് തുടർന്നുള്ള രക്തസ്രാവമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. മേലൂർ ആരോഗ്യ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത ഇവരുടെ കണക്ക് പ്രകാരം യുവതിക്ക് 6 മാസമാണ് ഗർഭമെന്ന് പറയുന്നു. എന്നാൽ ഇവർ തെറ്റായ കണക്ക് നൽകിയെന്നാണ് വിവരം. കൊരട്ടി പോലീസും ചാലക്കുടി തഹസിൽദാറും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ശേഖരിച്ചു. സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ. വലപ്പാട് കോതക്കുളം സ്വദേശി പൊന്തേലവളപ്പിൽ ഫാരിജാനെയാണ് കയ്പമംഗലം പോലീസ് മലമ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിനിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ 1,98,000 രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ്. വിവിധ ജില്ലകളിലായി 12ഓളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചുവിറ്റതുമായ നിരവധി കേസുകൾ പ്രതിക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO എം ഷാജഹാൻ, SI KS സൂരജ്, ASI PK നിഷി, ഗ്രേഡ് സീനിയർ CPOമാരായ TS സുനിൽകുമാർ, അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം. മുതിർന്ന പ്രതിനിധി KM മൊയ്തു പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, TK വാസു തുടങ്ങിയവർ പങ്കെടുത്തു. പൂരവും ക്ഷേത്രാചാരങ്ങളും നിലനിർത്തി സംരക്ഷിക്കാനായി അരിമ്പൂർ പഞ്ചായത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഭരണസമിതി അംഗങ്ങളും വിശ്വാസികളും ചേർന്ന് കർമ്മസമിതി രൂപീകരിച്ചു. 11 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. പൂരം നടത്തിപ്പുമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും ക്ഷേത്രാചാരങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ ചെറുക്കുന്നതിനുമായാണ് അംഗങ്ങൾ നമ്പൂർക്കാവ് ക്ഷേത്രം ഹാളിൽ പ്രഥമ യോഗം ചേർന്നത്. കർമ്മസമിതി പ്രസിഡന്റായി എറവ് മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറിയായി മനക്കൊടി അയ്യപ്പങ്കാവ് ക്ഷേത്രം സെക്രട്ടറി രവി കറുത്തേതിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി വൈശാഖ്, നാലാങ്കല്ല് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ഭാസ്കരൻ, മനക്കൊടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ശശി മേനോത്ത് പറമ്പിൽ, എറവ് മഹാവിഷ്ണു ക്ഷേത്രം സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കമായി. PKS ജില്ലാ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. അളകപ്പ നഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA, PK ഡേവീസ്, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, EK അനൂപ്, സോജൻ ജോസഫ്, KJ ഡിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. CPM കൊടകര ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 145 അംഗങ്ങളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അഗ്നിഹോത്രികൾക്ക് ദ്വാദശി പണം സമർപ്പിച്ച് ഭക്തർ ഗുരുവായൂർ ഏകാദശി വ്രതപൂർത്തീകരണം നടത്തി. ക്ഷേത്രം കൂത്തമ്പലത്തിൽ പുലർച്ചെ സമർപ്പണം ആരംഭിച്ചു. ശുഗപുരം, പെരുവനം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികൾ ദക്ഷിണ സ്വീകരിക്കാൻ ഉപവിഷ്ടരായി. 14,61,572 രൂപയാണ് ദ്വാദശി പണമായി ലഭിച്ചത്. ഇത് 4 ഭാഗിച്ച് 3 ഭാഗം അഗ്നിഹോത്രി ഗ്രാമങ്ങൾക്കും ഒരു വിഹിതം ദേവസ്വത്തിനും നൽകി. 3,65,393 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. അഗ്നിഹോത്രികൾക്ക് ലഭിച്ച പണം യാഗാഗ്നി സംരക്ഷിക്കുന്നതിനും വേദപഠനത്തിനുമായി ഉപയോഗിക്കും. ദ്വാദശി പണ സമർപ്പണ ചടങ്ങ് രാവിലെ ക്ഷേത്ര നട അടയ്ക്കുന്നതുവരെ നീണ്ടു. തുടർന്ന് ഏകാദശി വ്രതമെടുത്ത ഭക്തർക്കായി ദ്വാദശി ഊട്ടും നൽകി. ക്ഷേത്ര നട അടച്ചതിനു ശേഷം തന്ത്രിമാരുടെയും ഓദിക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ
മണിക്കിണറും ശ്രീലകവും കീഴ്ശാന്തിക്കാർ രുദ്രതീർത്ഥക്കുളവും പുണ്യാഹം നടത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ നടന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. സാധാരണക്കാരെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുവാൻ പരിശ്രമിക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ നിയമമനുസരിച്ചുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കുകളിലും ജപ്തി നടപടികൾ നടക്കുന്നുണ്ട്. 10 വർഷത്തിനടുത്ത് ഭീമമായ കുടിശ്ശികയായിട്ടുള്ളവർക്കെതിരെയാണ് നടപടി. ബാങ്ക് ആരെയും കുടിയിറക്കുകയില്ല. 60 പേരിൽ ചെറിയ തിരിച്ചടവുകൾ നടത്തിയിട്ടുള്ള 37 പേരെ രാഷ്ട്രീയം നോക്കാതെ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ നടപടി നേരിടുന്നവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവരുണ്ട്. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും സാധാരണക്കാരായ നിക്ഷേപകരെയും വായ്പയെടുക്കുന്നവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ബാങ്കിനുള്ളതെന്നും അബ്ദുൽ നാസർ അറിയിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കരയിൽ അടുക്കളയിലെ സിങ്കിന്റെ വേസ്റ്റ് കപ്ലിംഗിൽ കുടുങ്ങിയ 4 വയസ്സുകാരിയുടെ കൈവിരൽ അഗ്നിശമന സേനയെത്തി പുറത്തെടുത്തു. പട്ടത്ത് വീട്ടിൽ ഉമേഷ് മകൾ ദർശനയുടെ കൈവിരലാണ് അടുക്കളയിലെ സിങ്കിൽ കുടുങ്ങിയത്. സിങ്ക് അഴിച്ചതിനു ശേഷം വേസ്റ്റ് കപ്പിംഗ് മുറിച്ചുമാറ്റി കൈവിരൽ സുരക്ഷിതമായി പുറത്തെടുത്തു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PO വിൽസൺ, V രമേശ്, VV ജിമോദ്, ഷാജു, ഷാജി എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സർക്കാർ ഓഫീസുകളിലെ ഓൺലൈൻ ഫയൽ നീക്കത്തിനുള്ള സോഫ്റ്റ്വെയറായ ഓഫീസ് അപ്ഡേഷന്റെ ഭാഗമായി 3 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു. വെള്ളിയാഴ്ച രാത്രി 10 മുതൽ തിങ്കളാഴ്ച രാത്രി 10 വരെയാണ് ഓഫീസ് നിശ്ചലമാവുക. NICയുടെ നിർദ്ദേശപ്രകാരമാണ് പരിഷ്കരണ നടപടികൾ. ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലടക്കം ഫയൽ നീക്കത്തിന് അടിയന്തര ക്രമീകരണങ്ങൾ IT വകുപ്പ് നിർദ്ദേശിച്ചു. ഓഫീസിലെ ഡ്രാഫ്റ്റ് ഫയലുകളെല്ലാം 13 വൈകിട്ട് 3 മുമ്പ് അപ്രൂവ് ചെയ്യണം. ഈ സമയത്തിന് ശേഷം പുതിയ ഫയലുകൾ ഓഫീസിൽ ഡ്രാഫ്റ്റ് ചെയ്യരുത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സർക്കാർ ഉത്തരവുകൾ ഹാർഡ് കോപ്പിയായി നൽകാം. അതത് വകുപ്പുകൾ ഔദ്യോഗികമായി അപേക്ഷിച്ചാൽ IT വകുപ്പിൽ നിന്ന് GO നമ്പർ ലഭിക്കും. ഓഫീസ് പ്രവർത്തന സജ്ജമാക്കുന്ന ഘട്ടത്തിൽ ഈ നമ്പറുകൾ ഓഫീസ് ഡാറ്റാബേസിൽ ചേർക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ തുറന്ന സ്ഥലത്ത് കത്തിക്കുന്നതായി പരാതി. സിറിഞ്ചിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളാണ് കത്തിച്ചത്. പഞ്ചായത്ത് അംഗം UK പ്രഭാകരൻ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് UK പ്രഭാകരൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. നിയമവിരുദ്ധമായി പ്ലാസ്റ്റിക് പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ചതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാട്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏകദിന ഉപവാസം നടത്തി. കാട്ടൂർ പഞ്ചായത്തിലെ ദുർഭരണവും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ കാട്ടൂർ ബസാറിന് സമീപം ഉപവാസ സമരം നടത്തിയത്. സമരം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പുള്ളി, സതീഷ് വിമലൻ, അമ്പുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം 2020 പാർട്ടി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നേതൃസംഗമവും പെരിഞ്ഞനത്ത് നടന്നു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിശങ്കർ പുല്ലാനി അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ്, ഹർഷാദ് തേപ്പറമ്പിൽ, ശിവരാമൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേവലം 5 പഞ്ചായത്തിൽ ഒരു വിശ്വാസ്യതയും ഒക്കെ വരുമ്പോൾ അവരെല്ലാം പറഞ്ഞു പറ്റിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കും. പാവപ്പെട്ടവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടിക്കെതിരെ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും രോഗികളും അംഗവൈകല്യമുള്ളവരും ഉൾപ്പെടെ 60-ലധികം കുടുംബങ്ങളെയാണ് വെള്ളറക്കാട് സഹകരണ ബാങ്ക് ജപ്തി ചെയ്ത് കുടിയിറക്കുവാൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി MH നൌഷാദ്, യാവുട്ടി ചെറുമനങ്ങാട്, സലാം വലിയകത്ത്, കരീം വെള്ളറക്കാട്, സൈബുൻ നിസ ഷറഫു തുടങ്ങിയവർ സംസാരിച്ചു.
വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവ് കനത്ത പ്രഹരമാണെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പാഞ്ഞാളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. പാറപ്പുറം, ശ്രീപുഷ്കരം എന്നിവിടങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ശ്രീപുഷ്കരം ആലഞ്ചേരി വീട്ടിൽ സൈനബിയുടെ വീടിന്റെ മുകളിലെ കട്ടിള പിക്കാസ് കൊണ്ട് ഇളക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. വീട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാക്കളുടെ വിളയാട്ടം രൂക്ഷമായതിനാൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന് മുൻ പഞ്ചായത്ത് അംഗം ഫസലു ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസത്തോളമായി കള്ളന്റെ ശല്യം മൂലം ജനങ്ങൾ വലിയ ഭീതിയിലാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി 10 മണി മുതൽ 12 മണി വരെ പല ഭാഗത്തു നിന്ന് കള്ളനെ കാണുകയും ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം തെരച്ചിൽ നടത്തിയിട്ടും അത് പിടികൂടാൻ സാധിച്ചിട്ടില്ല. വലിയ ഭീതിയിലാണ് ജനങ്ങളുള്ളത്. അതുമാത്രമല്ല, കള്ളൻ പല വീടുകളിലും കയറി മുട്ടുകയും ഒരു വീട്ടിൽ ഡോറ് പൊളിക്കുന്ന സാഹചര്യം, മുകളിലത്തെ നിലയിലുള്ള ഡോറ് പൊളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. കൊടകര പുത്തൂക്കാവ് ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, ശീവേലി, കാഴ്ച ശീവേലി, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ഡിമേളം, കലാക്ഷേത്ര സംഗീത വിദ്യാലയത്തിന്റെ ഭക്തിഗാനമേള, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മനയ്ക്കൽ മാധവൻ നമ്പൂതിരി, മേൽശാന്തി അഴകത്ത് മഠത്തിൽ മോഹനൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി, പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം സോമനും മേളത്തിന് കൊടകര ഉണ്ണിയും നേതൃത്വം നൽകി. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി റീസാൻ റുവോക്കോ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വരന്തരപ്പിള്ളിയിൽ സാംസ്കാരിക കലാമേള സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചാലിയത്തൊടി അധ്യക്ഷത വഹിച്ചു. റീസാൻ റുവോക്കോ ഫൗണ്ടേഷൻ CEO റാഹില ബുഹാരി, MD മുഹമ്മദ് സാനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുതുക്കി പണിയുന്ന ചുറ്റമ്പലത്തിന്റെ ഉത്തരം കട്ടിളവെപ്പ് നടന്നു. കൃഷ്ണശരയിൽ നിർമ്മിക്കുന്ന ചുറ്റമ്പലത്തിന് ചെമ്പോല മേനാണ് മേൽക്കൂര പണിയുന്നത്. ചുറ്റമ്പലത്തിന് 4 വശങ്ങളിലും പിച്ചളയിൽ തീർത്ത ചുറ്റുവിളക്കുകളും സ്ഥാപിക്കും. ഏകദേശം 10 കോടിയോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. മേൽശാന്തി ശ്രീരുദ്രൻ നമ്പൂതിരി ഉത്തരം പൂജ നടത്തി സ്ഥാപിച്ചു. പ്രസിദ്ധ തച്ചു ശാസ്ത്രജ്ഞൻ കാണിപ്പയ്യു കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, മെമ്പർ KK ഗോവിന്ദദാസ്, മുൻ മെമ്പർ P സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. 4 വർഷത്തിലധികമായി ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സന്ധ്യ പീതാംബരന് ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കൈത്താങ്ങ്. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സംഘത്തിൽ അംഗമായ തിരുവത്ര സ്വദേശി തേർലി പീതാംബരന്റെ ഭാര്യയ്ക്കാണ് വൃക്ക മാറ്റിവെക്കേണ്ടതിന് രൂപീകരിച്ച ചികിത്സാ ഫണ്ടിലേക്ക് സഹായം നൽകിയത്. പ്രസിഡന്റ് MS ശിവദാസ് ധനസഹായം കൈമാറി. സെക്രട്ടറി AK അലി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ KK വേണു, KS ബിജു, N ബാബു, VK ഷാജിഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പാവറട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി CL റാഫേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷനായി. EV വിനോദ്, PA റാഫേൽ, സിജിൽ വർഗീസ്, ലിസ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി AV ജോയ് അധ്യക്ഷനായി. ട്രഷറർ AP ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജോ ജോർജ്, KS രാജേഷ്, VV ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ധനുപൂയ മഹോത്സവത്തിന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൂജയ്ക്ക് ശേഷം ദേശക്കാരാണ് കൊടിയേറ്റിയത്. ക്ഷേത്രം പ്രസിഡന്റ് KN ഭാസ്കരൻ, സെക്രട്ടറി KS രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഈ മാസം 18-നാണ് പൂരം. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ എരുമപ്പെട്ടി വ്യാപാരി വ്യവസായ സമിതി പന്തംകൊളുത്തി പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിലെ വ്യാപാര ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. പ്രസിഡന്റ് MV ബാബു, സെക്രട്ടറി ഫസലുർ റഹ്മാൻ, ട്രഷറർ സുമേഷ് കാഞ്ഞിരക്കോട്, ബിജു ആൽഫ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിൽവട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് AR രഘു, ജനറൽ സെക്രട്ടറി PO വർഗീസ്, ട്രഷറർ CA വിൽസൺ, യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഗ്രേസി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്യാം എന്നിവർ പങ്കെടുത്തു. തൃശൂർ പുഴയ്ക്കൽ ജംഗ്ഷനിലെ വെളിച്ചക്കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. വെളിച്ചക്കുറവ് മൂലം മേഖലയിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാണെന്ന് ആക്ഷേപമുണ്ട്. കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആം ആദ്മി ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, സെക്രട്ടറി PR ആനന്ദ്, ടോജോ തിമോത്തി, ജോൺസൺ ഐനിക്കൽ, റോയ് പുറനാട്ടുകര എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഇലാറ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ ഷോറൂം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ മലായ ഗോൾഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഇലാറ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ ഷോറൂമിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം സുനിൽ സുഗത, അവതാരിക ലക്ഷ്മി നക്ഷത്ര എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കുട്ടികളുടെ ഫ്ലോറിന്റെ ഉദ്ഘാടനം HMT അലിയാറും ക്യൂൻ കോട്ടൺ ബസാർ MD PI മജീദും ചേർന്ന് നിർവഹിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് ജനറൽ മാനേജർ ഷൈജു മുഖ്യാതിഥിയായിരുന്നു. ഇലാറ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ മാനേജിംഗ് ഡയറക്ടർ ഉനൈസ് ബഷീർ, കുടുംബാംഗങ്ങളായ PA മജീദ്, അഷ്റഫ് കോട്ടുമൂല, ബഷീർ കോട്ടുമൂല, മുഹമ്മദ് അലി ശകുന്തള, മൂസക്കുട്ടി, ഹോണസ്റ്റ് ഇവന്റ്സ് MD ആരിഫ് ബഷീർ, മാനേജർ നൌഷാദ്, മറ്റു കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 2 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച അതിവിശാലമായ ഷോറൂമിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7012954234. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ, വെള്ളി ഗ്രാമിന് 101 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3218 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കരിമ്പയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. ഒരു കുട്ടി ഓടി രക്ഷപ്പെട്ടു. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യ. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന കോടതി. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ വിനായകന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഉത്തരവ്.
റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശികളായ ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്കിറങ്ങിയതായി വീട്ടുകാർക്ക് സന്ദേശം ലഭിച്ചു. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഓഡിയോ സന്ദേശം. മോചനത്തിനായി ഇടപെട്ട് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിലെ നെൽച്ചെടികൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. 40 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വൻ കൃഷിനാശം. മരുട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ സംഘടന ദൃശ്യങ്ങൾ പകർത്തിയെന്നാരോപിച്ച് പ്രവാസി യുവാവിന് ക്രൂരമർദ്ദനം. ദേശമംഗലം സ്വദേശി ജാഫറിനാണ് മർദ്ദനമേറ്റത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം അടിച്ചു കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.